ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മുടെ മക്കളുടെ മുഖം കാണുമ്പോൾ വല്ലാത്തൊരു ഗിൽറ്റി ഫീലിംഗ് തോന്നാറുണ്ടോ? എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ആ ഒരു സമയത്ത്. കാരണം എന്തോ ഒരു വല്ലാത്തൊരു ഇമോഷൻ നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ വരുന്ന പോലെയാണ് എനിക്ക് തോന്നുക. കാരണം ആ ഒരു സമയത്ത് എനിക്ക് സ്പ്ലിറ്റ് ഷിഫ്റ്റ് ആയിരുന്നു. 9 to 1, 1 to 5 ബ്രേക്ക്, 5 to 9. ആ ഒരു സമയത്ത് ഹോസ്പിറ്റൽ അത്യാവശ്യം ദൂരമായതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഉച്ചയ്ക്ക് ആ ഒരു ബ്രേക്ക് ടൈമിനും ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാറാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 9 to 9 വർക്കുള്ള പോലെയാണ്. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും 9:30 ആവും രാത്രിയിൽ. പിന്നെ മാക്സിമം പോയാൽ പാറുവിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുക 1.5 മണിക്കൂറാണ്. കാരണം വേഗം കിടന്നുറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും ഡ്യൂട്ടിക്ക് പോകേണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ജോലിയും വേണം, മോളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനായിട്ട് ഇനഫ് ടൈം കിട്ടാത്തൊരവസ്ഥ വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് കേട്ടോ അത്. ജോലി കിട്ടുന്നത് വരെ അയ്യോ ഒന്ന് ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചില ഇമോഷൻസും അത് നമ്മളെ ഇടയ്ക്കൊക്കെ വല്ലാതെ തകർത്ത് കളയും കേട്ടോ. രാവിലെ എനിക്ക് ഓഫീസിലേക്ക് പോകാനായിട്ട് ട്രാൻസ്പോർട്ട് ഉണ്ട്. രാത്രിയിൽ 9:30, 9 o'clock ഒക്കെ ആകുമ്പോഴേക്ക് പാറുവിനെയും കൊണ്ട് ഏട്ടൻ എന്നെ പിക്ക് ചെയ്യാനായിട്ട് വരും കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ പിക്ക് ചെയ്തിട്ട് നേരെ പോകുന്നത് പെർഫ്യൂം വാങ്ങിക്കാനായിട്ടാണ്. എൻ്റെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പെർഫ്യൂം കടയല്ല കേട്ടോ, ഒരു വീടിൻ്റെ സൈഡിലായിട്ടൊരു പെർഫ്യൂം ഷോപ്പുണ്ട്. അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന പെർഫ്യൂംസാണ്. ഒരു മേജർ ബ്രാൻഡിൻ്റെയൊക്കെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ. ഞാൻ പൊതുവേ പെർഫ്യൂം അത്രയ്ക്ക് അങ്ങ് യൂസ് ചെയ്യുന്ന ആളായിരുന്നില്ല, വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യും. പക്ഷേ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായ പെർഫ്യൂമിനൊക്കെ അത്യാവശ്യം വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത്. പ്രത്യേകിച്ച് അറബ് കൺട്രി കൂടിയാവുന്ന സമയത്ത് ഭയങ്കര ചിലതൊക്കെ നല്ല സ്മെല്ലായിരിക്കും, ചിലതൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും കേട്ടോ. ഇടയ്ക്കൊക്കെ നല്ല തലവേദന വരും. അപ്പോൾ ഇങ്ങനെ അതുമായിട്ട് ഇങ്ങനെ യൂസ്ഡ് ആവുന്ന സമയത്ത് നമുക്കും തോന്നും ആ ഒരു സ്മെല്ലുള്ള പെർഫ്യൂം എടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ. അങ്ങനെ ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞ സമയത്ത് ഏട്ടനാണ് കേട്ടോ ഈ ഒരു വീട് സജസ്റ്റ് ചെയ്തത്, ഈ ഒരു ഷോപ്പ് ഇവിടെ ഇൻസ്റ്റഗ്രാമിലെങ്ങാനും കണ്ടിട്ടാണ്. അപ്പോൾ അവിടെ നമ്മളിങ്ങനെ ഓരോ പെർഫ്യൂമായിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ഒരു പെർഫ്യൂം നോക്കുന്നു, എന്നിട്ട് അതൊന്ന് സ്മെല്ല് ചെയ്യുന്നു, പിന്നെ ആ ഒരു പെർഫ്യൂമിൻ്റെ സ്മെല്ല് പോകാനായിട്ട് കോഫി പൗഡർ സ്മെല്ല് ചെയ്യുന്നു, പിന്നെ വീണ്ടും അടുത്തത് നോക്കുന്നു. അങ്ങനെ ഒരു 3-4 വെറൈറ്റി പെർഫ്യൂം നമ്മൾ അന്ന് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു കേട്ടോ. പാറുക്കുട്ടിക്ക് പിന്നെ പൂച്ചേനെ കണ്ടിട്ടുണ്ടെങ്കിൽ, പൂച്ചേനോ പട്ടീനെയോ എന്തിനെ കണ്ടിട്ടുണ്ടെങ്കിലും അവിടെ അങ്ങ് സ്റ്റക്കാവും കേട്ടോ. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിനെ. നമ്മുടെ അടുത്തൊരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു കേട്ടോ, പാറുക്ക് ഉണ്ടാവുന്നതിന് മുമ്പ്, പ്രഗ്നൻസിക്കൊക്കെ മുമ്പ്. ആ ഒരു സമയത്ത് ഞാനിവിടെ തനിച്ചായിരുന്നു. ആ സമയത്ത് ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നില്ല. എനിക്കൊരു കൂട്ട് എന്നുള്ള രീതിയിൽ ഏട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതായിരുന്നു. പിന്നെ ഡെലിവറിയൊക്കെ കഴിഞ്ഞ സമയത്താണ് നമ്മളത് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാക്കിയത്. കാരണം കുട്ടികൾക്ക് ഈ ഒരു പെറ്റ്സൊക്കെ ആയിട്ട് എനിക്ക് വീട്ടിനകത്ത് പെറ്റ്സിനെ ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു പ്രഗ്നൻസി ടൈമിലുള്ള ആ ഒരു അവേർഷൻ കൊണ്ടാണെന്ന് തോന്നുന്നു. മെയിനായിട്ട് എനിക്ക് പ്രഗ്നൻസി ടൈമിൽ വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു മോൻ്റെ ആ ഒരു രോമൊക്കെ കണ്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു അവേർഷൻ എനിക്ക് ആ ഒരു എന്താ പറയുക, ഒരു മടുപ്പുണ്ടല്ലോ, അത് എനിക്കിപ്പോഴും ആ ഡെലിവറി കഴിഞ്ഞിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇനി പെറ്റ്സിനെ ഒന്നും വേണ്ട, അകത്ത് നമുക്ക് നാട്ടിലൊക്കെ ആണെങ്കിൽ പുറത്തൊക്കെ ഇട്ട് വളർത്താം, പക്ഷേ ഇവിടെയൊക്കെ ആകുമ്പോൾ അകത്ത് തന്നെ വളർത്തണമല്ലോ. അതെന്തോ എനിക്ക് അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ലുക്കേമത്ത് കഴിക്കാനായിരുന്നു കേട്ടോ. ഒരു യാദൃശ്ചികമായിട്ട് കഴിച്ചൊരു സാധനമായിരുന്നു. പിന്നീട് നമ്മുടെ എല്ലാവരുടെയും ഒരു ഫേവറേറ്റ് ആയൊരു സാധനമായിരുന്നു, പ്രത്യേകിച്ച് പാറുവിന് വല്ലപ്പോഴാണ് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ഇഷ്ടമാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ ഒരു കട കണ്ടപ്പോൾ നമ്മളങ്ങ് കയറി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വെറൈറ്റി ഓഫ് ലുക്കേമത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഒന്ന് കഴിച്ച്. പൊതുവേ ഞാൻ ആ ഒരു സമയമാകുമ്പോൾ രാത്രിയിൽ ഫുഡ് കഴിക്കാറില്ല, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. പക്ഷേ ഇടയ്ക്ക് നല്ല ക്രേവിങ് തോന്നിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ കഴിക്കാനായിട്ട് വന്നതാണ്. അതിൻ്റെ കൂടെ പിന്നെ അവിടെ നിന്നൊരു കറക്റ്റീയും കൂടി വാങ്ങിച്ചു. ഇനി നാളെ ഓഫീസുണ്ട്, വീക്കെൻഡൊന്നുമല്ല കേട്ടോ. പൊതുവേ എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ വീട്ടിലേക്ക് തന്നെ വരും. കാരണം 9:30, 9:45 ഒക്കെ ആവും തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്ക് തന്നെ. ഇന്ന് കുറച്ച് പർച്ചേസിങ്ങും പിന്നെ ആ ഒരു ക്രേവിങ്ങും കൊണ്ട് ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു വീട്ടിലെത്താനായിട്ട്. വീട്ടിലെത്തി കഴിഞ്ഞാൽ എല്ലാം ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടാണ് കേട്ടോ, ഒരു അലാറം വെച്ച പോലെയാണ്. കാരണം ഇനി ആകെ കുറച്ച് സമയം എനിക്ക് കിട്ടുള്ളൂ. ആ ഒരു സമയത്ത് പാറുവിൻ്റെ കാര്യം നോക്കണം, എൻ്റെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം,
നോക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ കുക്കിങ്ങൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുക. ഷെയറിങ് അങ്ങനെ ഒരു വേർഡിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ രണ്ടുപേരും കൂടിയിട്ടാണ് ചെയ്യുക. അപ്പോൾ ഏട്ടനിതാ ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പം എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിച്ച പെർഫ്യൂമും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എടുത്തു നോക്കി ഏതൊക്കെയാണെന്നൊക്കെ ഉള്ളത്. പെർഫ്യൂമിൻ്റെ ആ ഒരു പാക്കേജിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ടാവുമല്ലോ കാണാനായിട്ട്. ഇതിങ്ങനെ അകത്ത് നല്ല ഭംഗിയുള്ള പാക്കേജിങ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ഞാൻ രാവിലെയാണ് കേട്ടോ കുക്ക് ചെയ്യുക. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് മോര് കറിയും പിന്നെ പരിപ്പുമാണ്. മോര് കാച്ചിയതും പരിപ്പുമായിരുന്നു കേട്ടോ. അതപ്പോൾ എനിക്ക് പാറുവിനുള്ളതും ഏട്ടനുള്ളതും അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുപോകാറാണ് ചെയ്യുക. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്നാണ് കഴിക്കുക. അപ്പോൾ ബാക്കിയുള്ളത് ഏട്ടനും പാറുവിനും കഴിക്കാനുള്ളത് അവിടെ ഉണ്ട്. പിന്നെ പാറുവിനുള്ള കഞ്ഞിയും അതിനകത്തുണ്ട് കേട്ടോ. പാറുവിന് ഇടയ്ക്ക് ചെറുപയറും കൂടി ഇട്ടിട്ട് കഞ്ഞി കൊടുക്കും, അത് ആൾക്ക് ഇഷ്ടമാണ്. പിന്നെ അത് ഹെൽത്തിയും കൂടിയാണല്ലോ. പിന്നെ നമ്മൾ നേരത്തെ വാങ്ങിച്ച ലുക്കിയമത് കുറച്ചധികം ഉണ്ടായിരുന്നു. പിന്നെ രാത്രി ആയതുകൊണ്ട് ഇനിയും കഴിക്കാനൊക്കെ പറ്റും, പിന്നെ കൂടുതൽ കഴിക്കേണ്ട മധുരമാണല്ലോ എന്ന് വിചാരിച്ച് അതെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഹെയർ വാഷ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഹെയർ വാഷ് ചെയ്യേണ്ട ദിവസമായിരുന്നു. പൊതുവേ ഞാൻ രാത്രിയിലും കുക്ക് ചെയ്യും, രാവിലെയും കുക്ക് ചെയ്യും. അതിൻ്റെ മൂഡ് അനുസരിച്ച് അല്ലെങ്കിൽ സമയം അനുസരിച്ചിട്ടാണ്. ഇന്ന് പിന്നെ കുളിക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട്, ഹെയർ വാഷിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് രാവിലെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പം യൂസ് ചെയ്യുന്നൊരു എണ്ണയാണ് കേട്ടോ ഇത്. കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഉലുവയും ജീരകവും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ആ ഒരു കറുത്ത എള്ളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഒരു എണ്ണയായിരുന്നു. ഞാൻ കെരാറ്റിൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെയറിന്. എന്നാലും ഞാൻ കുളിക്കുന്ന സമയത്ത് നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ ഓയിൽ മസാജ് ചെയ്തിട്ട് പിന്നെ നല്ലതായിട്ട് ഷാമ്പൂ ഇട്ട് ആ ഒരു ഓയിലൊക്കെ വാഷ് ഔട്ട് ചെയ്ത് കണ്ടീഷണറും കൂടി ഇട്ട് സെറം കൂടി അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് എൻ്റെ കെരാറ്റിൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഹെയർ കെയർ എന്ന് പറയുകയാണെങ്കിൽ. പ്രത്യേകിച്ച് മാസ്കും കാര്യങ്ങളൊക്കെ വീക്കെൻഡിൽ മാത്രമേ ഇടാനായിട്ട് സമയം ഉണ്ടാവാറുള്ളൂ. ഇപ്പോൾ ഓൾറെഡി ലേറ്റാണ്, എന്നാലും ഇന്ന് ഹെയർ വാഷ് ചെയ്യേണ്ട ദിവസമായതുകൊണ്ട് അത് നാളേക്ക് മാറ്റി വെക്കണ്ടെന്ന് വിചാരിച്ചു. കാരണം വർക്കൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്തില്ലെങ്കിൽ, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളേക്ക് അത് എക്സ്ട്രാ ആയിരിക്കും. നാളെയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഇന്നത്തെ കാര്യം കൂടി വരുന്ന സമയത്ത് നാളെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, ആവശ്യത്തിന് സമയം കിട്ടില്ല. അങ്ങനെ സമയം കിട്ടാതിരിക്കുന്ന സമയത്ത് എനിക്ക് വല്ലാത്തൊരു മെൻ്റൽ പ്രഷർ പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ മാക്സിമം നോക്കുക തിരിച്ച് വന്നതിന് ശേഷം പാറുവിൻ്റെ കൂടെ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ഞാനിങ്ങനെ സൈഡിലേക്ക് മാറ്റി വെക്കാറുണ്ട് കേട്ടോ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ അന്നന്ന് ചെയ്യേണ്ട കാര്യം അന്നന്ന് ചെയ്തിട്ടില്ലെങ്കിൽ അത് പിറ്റേ ദിവസം നല്ല പണിയായിരിക്കും. പിന്നെ ഞാൻ ജസ്റ്റ് നമ്മൾ വാങ്ങിച്ച ആ ഒരു പെർഫ്യൂമിൻ്റെയും പിന്നെ അതിൻ്റെ ഒറിജിനലിൻ്റെയും പ്രൈസ് ജസ്റ്റ് ഒന്ന് ഓൺലൈനിൽ നിന്ന് ഇങ്ങനെ കമ്പയർ ചെയ്യായിരുന്നു. പിന്നെ കുറച്ച് നേരം എണ്ണ തലയിലിരിക്കട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് നാളേക്കുള്ള പാറുവിന് ഡേ കെയറിലേക്ക് പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള ഡ്രസ്സൊക്കെ ജസ്റ്റ് ഞാനൊന്ന് അയൺ ചെയ്ത് എടുത്ത് വെക്കും കേട്ടോ. രാവിലെ പാറുവിനുള്ള ഡ്രസ്സാണെങ്കിലും ഏട്ടന് അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് എടുക്കാനായിട്ട് ഏതിട്ട് കൊടുക്കണം എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനാണ്. ഏട്ടനും രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്താണ് പാറുവിനെ കൊണ്ടുവിടുക. അപ്പോൾ അങ്ങനെ രാവിലെ പിന്നെ അധികം സമയമൊന്നും ഉണ്ടാവില്ല. പാറുവിനെ കുട്ടികളെ കൂടെ കളിച്ച് കുട്ടികളെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുപോകണമെങ്കിൽ അത് വലിയൊരു പാടാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ അധികം രാവിലെ ഏട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് എല്ലാം പാറുവിനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കും കേട്ടോ. ഇടാനുള്ള ഡ്രസ്സാണെങ്കിലും ഒക്കെ എടുത്തു വയ്ക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ നന്നായിട്ടൊന്ന് ഫ്രഷായിട്ട് വന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഹെയർ ഡ്രൈ ചെയ്തിട്ടാണ് കിടക്കുക. എനിക്ക് ഈ ഒരു തലയിൽ അധിക സമയം വെള്ളം നിൽക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് ആ ഒരു നീരിറങ്ങി ജലദോഷം ഉറപ്പാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് എൻ്റെ വർക്ക് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാലുള്ള ഒരു റൂട്ടീൻ എന്ന് പറയുന്നത്. ഓരോ ദിവസവും കാര്യങ്ങളൊക്കെ സെയിം ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അത്രയൊക്കെയാണ്. ഇനിയിപ്പോൾ വർക്കിന് പോകുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ഞാൻ കൂടി ചെയ്തിട്ടുണ്ട്. ആ ഒരു റൂട്ടീനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് എന്താണെങ്കിലും അത് ഞാനിങ്ങനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം.